നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2 കുത്തിക്കൊലപാതകങ്ങൾ സംഭവിച്ചിരിക്കുന്നു കേരളത്തെ നടുക്കി. ഈ 2 വാർത്തകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യം, മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കത്തിനൊടുവിൽ സഹോദരി ഭർത്താവിനെ കുത്തിക്കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ചാത്തമറ്റം ഇരട്ടക്കാലി കൊച്ചുകുടിയിൽ രാജനാണ് കൊല്ലപ്പെട്ടത്. 57 വയസ്സുകാരനാണ് മരിച്ചത്. മുറിയിൽ കട്ടിലിന് സമീപം നിലത്ത് കിടക്കുന്ന നിലയിലായിരുന്നു രാജന്റെ മൃതദേഹം. സംഭവത്തിൽ തൊഴുത്തിങ്കൽ സുകുമാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 68 വയസ്സുകാരനാണ് സുകുമാരൻ. രാവിലെ വോട്ട് അഭ്യർത്ഥിച്ചെത്തിയവരായിരുന്നു ജനലിലൂടെ രാജന്റെ മൃതദേഹം കണ്ടത്. വീടിന്റെ വാതിൽ അകത്തുനിന്ന് അടച്ചിരിക്കുന്ന സ്ഥിതിയിലായിരുന്നു. രാത്രി ജനലിലൂടെ കൈയിട്ട് രാജന്റെ വയറ്റിൽ കത്തി കുത്തി കയറ്റുകയായിരുന്നു എന്നാണ് പോലീസിന്റെ നിലവിലെ നിഗമനം. വയറ് തുളഞ്ഞ് കത്തി പിൻഭാഗത്തെത്തുന്ന സാഹചര്യമായിരുന്നു. അത്തരത്തിലാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. രക്തം വാർന്നാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. ഭാര്യയും മകളുമായി പിണങ്ങി രാജൻ ഒറ്റയ്ക്കാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. രാജന്റെ വീടിന് സമീപമായിരുന്നു സുകുമാരന്റെ വീട്. ഇരുവരും ചേർന്ന് മദ്യപാനം പതിവായിരുന്നു. ശനിയാഴ്ച ഉച്ചയ്ക്ക് ഇവർ തമ്മിൽ വഴക്കുണ്ടായി എന്നാണ് പോലീസ് പറയുന്നത്. രാത്രിയാണ് കുത്തേറ്റത്. സുകുമാരനെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. രാജന്റെ മൃതദേഹം എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. സംസ്കാരം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നടത്തും. ഇനി മറ്റൊരു വാർത്ത കോട്ടയത്തേക്കാണ്. കോട്ടയത്ത് സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് യുവാവിനെ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. കോട്ടയം തിരുവാതുക്കല്ലിൽ യുവാവിനെ കൊലപ്പെടുത്തി. പുതുപ്പള്ളി തോട്ടക്കാട് സ്വദേശി ആദർശാണ് കൊല്ലപ്പെട്ടത്. 23 വയസ്സുകാരനാണ് അതിക്രൂരമായി കൊല്ലപ്പെട്ടിരിക്കുന്നത്. സംഭവത്തിൽ കോട്ടയം നഗരസഭയിലെ മുൻ കൗൺസിലർ VK അനിൽകുമാറും അയാളുടെ മകൻ അഭിജിത്തിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പുലർച്ചെ 4 മണിക്കാണ് കൊലപാതകമുണ്ടായത്. സാമ്പത്തിക ഇടപാട് MDMAയുമായി ബന്ധപ്പെട്ടതാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ആദർശിന്റെ കയ്യിൽ നിന്ന് ലഹരി മരുന്ന് മകൻ അഭിജിത്ത് വാങ്ങിയിരുന്നെങ്കിലും പണം നൽകാൻ തയ്യാറായില്ല. ഇതിനെ തുടർന്ന് പുതുപ്പള്ളി സ്വദേശിയായ ആദർശ് മാണിക്കുന്നിലുള്ള അനിൽകുമാറിന്റെ വീട്ടിലെത്തി പ്രശ്നമുണ്ടാക്കി. ഇതേ തുടർന്നുണ്ടായ തർക്കമാണ് വലിയൊരു കൊലപാതകത്തിലേക്ക് നയിക്കപ്പെട്ടത്. അനിൽകുമാർ അഭിജിത്തും ചേർന്ന് ആദർശിനെ കൊലപ്പെടുത്തുകയായിരുന്നു. മകൻ അഭിജിത്താണ് കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. ഇവർ രക്ഷപ്പെടുന്നതിനിടയിൽ കോട്ടയം വെസ്റ്റ് പോലീസ് 2 പേരെയും പിടികൂടുകയായിരുന്നു. കൊലപാതകത്തിന് ശേഷം അനിൽകുമാറും അഭിജിത്തും കടന്നു കളയുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. നിലവിൽ കസ്റ്റഡിയിലുള്ള അനിൽകുമാറിനെയും മകൻ അഭിജിത്തിനെയും കോട്ടയം വെസ്റ്റ് പോലീസ് ചോദ്യം ചെയ്യുകയാണ്. പ്രതികളിൽ ഒരാളായ അഭിജിത്തിനെ കേന്ദ്രീകരിച്ച് നേരത്തെ തന്നെ നിരവധിയായ ലഹരി കേസുകൾ കോട്ടയം വെസ്റ്റ് പോലീസിൽ നിലവിലുണ്ട്. കൊല്ലപ്പെട്ട ആദർശിന്റെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതേസമയം അതിക്രൂരമായ കൊലപാതകങ്ങളാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. അതേസമയം മറ്റൊരു വാർത്ത കൂടി നമുക്ക് നോക്കാം. കൊല്ലം കരിക്കോട് ഭാര്യയെ ഭർത്താവ് അതിക്രൂരമായി കൊലപ്പെടുത്തി. ഗ്യാസ് കുറ്റികൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയിരിക്കുകയാണ്. കവിത എന്ന 46-കാരിയാണ് വീട്ടിനുള്ളിൽ അതിക്രൂരമായി കൊല്ലപ്പെട്ടത്. പ്രതിയായ മധുസൂദനൻ പിള്ളയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാളെ ചോദ്യം ചെയ്യുകയാണ് പോലീസ്. താൻ വിഷാദ രോഗത്തിന് ചികിത്സയിലാണെന്നാണ് മധുസൂദനന്റെ മൊഴി. ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. കൊലപാതക കാരണം വ്യക്തമല്ല. സംഭവ സമയത്ത് വീട്ടിൽ ഇവരുടെ മകളുണ്ടായിരുന്നു. മകളുടെ കൺമുന്നിൽ വെച്ചാണ് അതിക്രൂരമായ കൊലപാതകം ഉണ്ടായിരിക്കുന്നത്. ഭയന്ന മകൾ അയൽക്കാരെ വിവരം അറിയിക്കുകയും എത്തുകയുമായിരുന്നു. കശുവണ്ടി വ്യാപാരവുമായി ബന്ധപ്പെട്ട ഇടനിലക്കാരനാണ് മധുസൂദനൻ പിള്ള. ഇയാൾ മദ്യപിച്ച് വീട്ടിൽ വഴക്കുണ്ടാക്കുന്നത് പതിവായിരുന്നു. കവിതയുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. കൊലപാതകം നടക്കുന്ന സമയത്ത് മകൾ വീട്ടിലുണ്ടായിരുന്നു. എന്തായാലും അതിക്രൂരമായ കൊലപാതകങ്ങളാണ് 3 ഇടത്ത് സംഭവിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.